ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും പറയാനില്ലടേ. കാരണം ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നലെ ലൈവിൽ ഇല്ലായിരുന്നു. പാതിരാത്രിയിൽ കുറേ നേരം ലൈവിൽ നമ്മുടെ ബിഗ് ബോസ് മാമൻ നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആദിലമോൾ മിഡ് വീക്ക് എവിക്ഷൻ വഴി പുറത്തു പോയല്ലോ. അപ്പോൾ ആദിലയുടെ ബാഗ് പാക്ക് ചെയ്യാണ് നമ്മുടെ ശൈത്യയും നൂറയും കൂടെ. കുറേ നേരം അത് തന്നെയാണ് കാണിച്ചത്. നൂറയ്ക്ക് വയ്യ, നൂറയാകെ തളർന്നു കുത്തി പോയല്ലോ, പാർട്ട്ണർ പോയല്ലോ. സത്യം പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സങ്കടമുണ്ട് നൂറയുടെ മുഖത്ത്. സങ്കടപ്പെടേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം 96 ദിവസം 2 പേര് ഒരേ വീട്ടിൽ നിന്ന് വന്ന 2 പേര് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ഇതിന് മുമ്പത്തെ സീസണിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഈ അവസാനം വരെ ഈ 97 ദിവസം വരെയൊക്കെ 2 പേരും ഒന്നിച്ചിങ്ങനെ നിൽക്കുന്ന പരിപാടി കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ കപ്പിളായിട്ടൊക്കെ വന്നിട്ട് ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭാഗ്യവതികളാണ് അവർ 2 പേരും അല്ലേ. പിന്നെ ഇത്രയും അങ്ങോട്ട് വിഷമം വരും, വരാതൊന്നും ഇരിക്കത്തില്ല ആ ഒരു വിഷമം. പക്ഷെ നൂറ ഇത്ര അങ്ങോട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതിലാണെങ്കിൽ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, മനസ്സിലാക്കാം. നൂറ വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല രീതി ഒരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സങ്കടപ്പെട്ടിരിക്കുന്നു, ചോറൊന്നും കഴിക്കാൻ വയ്യ. നമ്മുടെ ശാരിക ഉണ്ടല്ലോ, ശാരികയാണ്, സരികയല്ല സരിക. അപ്പം നമ്മുടെ KB അല്ല മറ്റേത്. അപ്പം ആ ചേച്ചിയാണ് വന്നിട്ട് ഇങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് മോളതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അനുമോളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല കേട്ടോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മറ്റേ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ, ലൈവിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. മറ്റേ വീഡിയോ ഒക്കെ, ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ 4 പേര് പാട്ടാ ഗേൾസ് എന്ന് പറയാൻ പറ്റത്തില്ല. പാട്ടാ ഗേൾസ് എന്ന് പറഞ്ഞാൽ ആദില, നൂറ, നമ്മുടെ അനുമോളാണ്. പക്ഷെ അതിനകത്തോട്ട് ശൈത്യം കൂടെ വന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മെമ്പറും കൂടെ വന്ന പാട്ടാ ഗേൾ. അപ്പോൾ ഈ പാട്ടാ ഗേൾസ് 4 പേരും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 4 പേരും കൂടെ കെട്ടിപ്പിടിച്ചൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. സുഹൃത്ത് ബന്ധത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കി മറ്റേ മാങ്ങാത്തേങ്ങ ആ ഒരു മോഡിലേക്കൊക്കെ പോകുന്നുണ്ട്. വീഡിയോ കണ്ടതിൻ്റെ ഒരു സാധനം വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പിസോഡിനെ പറ്റിയൊന്നും അധികം പറയുന്നില്ല കേട്ടോ. എപ്പിസോഡിലെ വലിയ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്നലത്തെ ലൈവ് അപ്ഡേറ്റ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഈ ഒരു കാര്യം മാത്രമാണ്, ആ വീഡിയോ ആക്ടിവിറ്റി റൂമിൽ വിളിച്ചിരുത്തി ഇവരുടെ 2 തവണയായിട്ട് ആദ്യമേ കുറേ അടിയും ബഹളത്തിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ കുറേ കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളുടെ ആ ഒരു സാധനമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ അവിടുന്ന് എണീറ്റ് വരുന്നു, നേരെ അനുമോള് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നൂറ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് അതിലെ ശൈത്യയെ വിളിക്കുന്നു, 4 പേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരും കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ സീസണിലെ ഏറ്റവും ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടേത്. 100% എഴുതി ഒപ്പിട്ട് തരാം ഞാൻ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തിനാ പുറത്ത്? ഇന്നലെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ കാണിച്ച് 4 പേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ശൈത്യ അനുമോളും കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലെ പോകുന്ന സമയമായപ്പോഴത്തേക്ക് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. രാത്രിയിലാണെങ്കിലും വലുതായിട്ട് അനുമോളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. പിന്നെ ശൈത്യ കരയുന്നൊക്കെ ഉണ്ട്. എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതായിരിക്കാം. ഞാൻ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയാമേ. അതിനു മുമ്പ് പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആദില ഇറങ്ങിപ്പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആദില ഒരു കള്ളിയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്തിട്ടാണ് ആദില ഇറങ്ങിപ്പോയിരിക്കുന്നത്. വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞുതരാം. വ്യക്തമായിട്ട് ആദില ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അനുമോളുടെ PR-ൻ്റെ നമ്പർ ആദിലയ്ക്ക് എഴുതി കൊടുത്തു. പുറത്തിറങ്ങി ചെന്നിട്ട് ആദില തന്നെ പറഞ്ഞതാണ്, പുറത്തിറങ്ങി ചെന്നിട്ട് വിളിക്കുക നീ, അതായത് ആദില പോകുമെന്ന് നേരത്തെ ഒരു ചെറിയൊരു ഉറപ്പ് കിട്ടിയ സമയത്ത് നമ്പറൊക്കെ എഴുതി കൊടുത്തതാണ്. നീ പുറത്തിറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവനെ വിളിക്കണം. 50,000 ആദില പറഞ്ഞതാണിത്. 50,000 രൂപ അവന് കൊടുത്താൽ മതി, അവൻ നൂറയുടെ കാര്യം ഡീൽ ചെയ്ത് തരുമെന്ന് ആദിലയാണ് പറയുന്നത്. അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം. ഇന്ന് എന്നിട്ട് ആദില അത് മാറ്റി പറയുന്നത് കണ്ടു. അവിടെ തന്നെ ആദില തീർന്നു. ആദില നമ്മുടെ നൂറയോടാണ് സംസാരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഇവരുടെ ഈ കെട്ടിപ്പിടുത്തവും സ്നേഹ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശൈത്യ അനുമോളും കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ആദില നൂറെ മാറിയിരുന്നിട്ട് അപ്പോഴാണ് ആദില ഒരു ഡയലോഗ് പറയുന്നത്. അത് ഞാൻ പറയാം. അതിനും കുറച്ച് മുമ്പായിട്ട് നമ്മുടെ ഈ ആക്ടിവിറ്റി റൂമിൽ പോയി TV-യിൽ ഈ പരിപാടി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഷാനവാസും അനുമോളും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസിനോട് അനുമോള് പറയുന്നുണ്ട്, ചേട്ടാ ഈ PR-ൻ്റെ നമ്പറൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ്. ഞാൻ PR-ൻ്റെ നമ്പറൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ നമ്പറാണ് അവൾക്ക് കൊടുത്തത് എന്ന് അവിടെ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആദിലയുടെ നമ്പറും എനിക്ക് തന്നിട്ടുണ്ട്. അത് ചിലപ്പം അവളുടെ കബോർഡിൽ കാണും. ഞാൻ എൻ്റെ നമ്പർ കൊടുത്ത് അവളുടെ കബോർഡിൽ കാണും. അവൾ തന്നതും എൻ്റെ ഇരിപ്പുണ്ട്.
എന്ന് അനുമോള് പറയുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ആക്ടിവിറ്റി റൂമിൽ പോയി ഇവർ ഈ മറ്റേ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് കൂട്ടക്കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ശൈത്യയും അനുമോളും കൂടെ സംസാരിക്കാനിരിക്കുന്നു. ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇവരുടെ മറ്റേ കണാ കൊണ അന്നോട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയ്യ എനിക്ക് വീണ്ടും അത് പറഞ്ഞ് പിന്നെ മെയിനായിട്ട് നമ്മുടെ ശൈത്യ വന്നിരുന്ന് കരയുന്നതിൻ്റെ മെയിൻ കാര്യം പുറത്തുനിന്ന് കിട്ടിയ സൈബർ അറ്റാക്ക്. എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നല്ല കുട്ടിയാണെന്ന് അനുമോളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വേണം ഇറങ്ങി വരാൻ. പിടികിട്ടിയില്ലേ? ഇല്ലെങ്കിൽ വീണ്ടും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയതിൻ്റെ ഡബിൾ ഇരട്ടി. ഇനിയിപ്പോൾ ഉറപ്പുള്ള കാര്യമോ പുറത്തിറങ്ങുമ്പോൾ ഡബിൾ ഇരട്ടി കിട്ടും. അതിനകത്ത് ഒരു കുറവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും കിട്ടാതിരിക്കട്ടെ, ഒരു പെങ്കൊച്ചാണല്ലോ, ജീവിതം ഉള്ളതാണല്ലോ, അതുകൊണ്ട് കിട്ടാതിരിക്കട്ടെ. പക്ഷേ അതിനകത്ത് പോയി കാണിച്ചതിലൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു എന്തിനതിൻ്റെയൊക്കെ ഒരാവശ്യവും ഇല്ല. കരഞ്ഞു കൂവി ഓക്കെ, ചില രീതിയിൽ നോക്കുകയാണെങ്കിൽ ശൈത്യയുടെ സൈഡിലും ശൈത്യ പറയുന്നതിനകത്ത് കുറച്ച് അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവർ ഈ സംസാരിക്കുന്ന സമയത്താണ് അപ്പുറം ആദില നൂറ. ലൈവിൽ നമ്മളെ അത് കാണിക്കുന്നില്ല, എപ്പിസോഡിൽ അത് കാണിക്കുന്നുണ്ട്. ലൈവിൽ ഞാൻ കണ്ടില്ല കേട്ടോ, ഇനി കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് കംപ്ലീറ്റ്ലി ലൈവിൽ നമ്മുടെ അനുമോളും ശൈത്യയും കൂടെ സംസാരിക്കുന്നതാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്ന മൊത്തം. ആദില നൂറ ഇവരപ്പുറം മാറിയിരിക്കാൻ നേരത്ത് ആദില നൂറയോട് പറയുന്നുണ്ട്, അവളുടെ നമ്പറാണ് അവൾ എനിക്ക് തന്നത്, PR-ൻ്റെ നമ്പർ അല്ല. അവളുടെ നമ്പറിൽ വിളിക്കണം, അപ്പോൾ അവളുടെ ചേച്ചി എടുക്കും, എന്നിട്ട് ചേച്ചിയോട് സംസാരിച്ചിട്ട് ചേച്ചി നമ്പർ തരും അവൻ്റെ, എന്നിട്ട് അവനെ വിളിക്കണം, എന്നിട്ട് അവനോട് അക്ബറിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഇവിടെ വിളിപ്പിക്കുന്നുണ്ട്, അവരൊക്കെ ഹെവി ആയിട്ട് കയറി പോകുന്നുണ്ട്, അപ്പോൾ വേണ്ടത് ചെയ്യണം എന്ന് ഞാൻ അയാളോട് പറയണം എന്ന് അനുമോള് പറഞ്ഞു എന്ന് ആദില പറയുന്നത് കേട്ടു. ഇത് ആദില പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, ആദില തീർന്നു, കംപ്ലീറ്റ്ലി ആദില തീർന്നു. ഇനി ആദിലയുടെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു പോയിന്റിൽ ഒരു അടി മാറിയാണ് ആദിലയിൽ നിന്ന് നിൽക്കുന്നത്. കാരണം ആദില എപ്പോഴും എന്തോ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറായിട്ട് എനിക്ക് തോന്നാറില്ല ആദിലെ. ഇന്നലെ ഈ ഒരു സാധനം ആദിലയുടെ വായിൽ നിന്ന് വീണപ്പോഴേ ആദില തീർന്നു. കാരണം ആദില പറയുന്നത് അക്ബറിനെ വിളിപ്പിക്കണം, അതായത് അക്ബറിനെയൊക്കെ ഇവിടെ ആരൊക്കെയോ വിളിപ്പിക്കുന്നുണ്ട്, സോ അവർക്കൊക്കെ ആയിട്ട് പണി കൊടുക്കണമെന്നാണ് അനുമോള് പറഞ്ഞതെന്ന്. അതാണ് ഇന്നലെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നു 50,000 രൂപ കൊടുത്താൽ മതി. അനുമോള് പറഞ്ഞിട്ടുണ്ട് അവനെ വിളിച്ച് സംസാരിക്കണം, എന്നിട്ട് 50,000 രൂപ കൊടുത്താൽ മതി, അപ്പോൾ അവൻ നൂറയുടെ കാര്യം നോക്കിക്കോളും എന്ന് പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലെ പറയുന്നു അക്ബറിനെയും ബാക്കിയുള്ളവരെ ഇവിടെ വിളിപ്പിക്കുന്നുണ്ട്, സോ അവന്മാർക്കിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിലെ ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ആദില പുറത്തിറങ്ങി വന്ന് കാണുമല്ലോ, ഇനിയിപ്പോൾ മിക്കവാറും ഈ വീഡിയോകളൊക്കെ കാണുമല്ലോ. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കൂടുതലൊന്നും ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? അനുമോള് പറഞ്ഞതല്ല, ആദില പറഞ്ഞതാണ്. ആദില തന്നെ ആദ്യമേ ഒരു കാര്യം പറയുന്നു, അടുത്ത ദിവസം വേറൊരു കാര്യം പറയുന്നു. ഇതിൽ ഏത് ജനങ്ങൾ വിശ്വസിക്കും? ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും ആദിലെ മോളെ നിന്നെ തെറി പറയത്തുള്ളൂ, ഉറപ്പായിട്ട് നിന്നെ തെറി പറയത്തുള്ളൂ. ഇതിനകത്ത് അനുമോളെ തെറി പറയാനില്ല. കാരണം നിങ്ങളിത് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അനുമോൾ ഷാനവാസിനോട് പറയുന്നുണ്ട്. അനുമോൾ എന്താണ് പറഞ്ഞതെന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട്. ഞാൻ PR-ന്റെ നമ്പർ കൊടുത്തിട്ടില്ല, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നീ നൂറെടുക്കരുന്ന് സംസാരിച്ച് നമ്മൾ അറിയുന്നുണ്ട്, അവളുടെ നമ്പറാണ് കൊടുത്തത്. പക്ഷെ അത് വിളിക്കുമ്പോഴത്തേക്ക് എടുക്കുന്നത് ചേച്ചിയാണ്. ചേച്ചിയോട് എന്നിട്ട് പറയണം അവൻ്റെ നമ്പർ മേടിച്ചെടുക്കണം, എന്നിട്ട് അക്ബറിനെ മറ്റവനെ വെളുപ്പിക്കുന്നുണ്ട്, അവരെ ഇല്ലാതാക്കാനുള്ള പരിപാടി അങ്ങ് ചെയ്തേക്കണം. ഇതൊന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലല്ലോ. ഓക്കെ, നമ്പറിൻ്റെ കാര്യം മറന്നുപോയി, വിട്ടുപോയി, പറയാം, നമ്മൾ കേൾക്കാം. അതായത് അനുമോളുടെ നമ്പറാണ് തന്നത്, PR-ന്റെ അല്ല, അത് ഞാൻ വിട്ടുപോയതാന്ന് പറയാം. പക്ഷെ അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞ് മോളെന്ന് പറഞ്ഞ കാര്യം, ഈ 50,000 രൂപയുടെ PR വർക്ക്, ഇതൊക്കെ എവിടുന്ന് വന്നു? മൊത്തത്തിൽ കിളി പാറിപ്പോയോ? എന്നിട്ടാണോ വന്നിരുന്നത് സംസാരിച്ചത്? അപ്പം നിനക്കൊക്കെ എന്ത് പറയാം? അനുമോള് പറയുമ്പോൾ മാത്രം അത് പ്രശ്നം അല്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അനുമോളെ ഈ ഒരു വിഷയത്തിൽ, ആതിരയുടെ ഈ ഒരു വിഷയത്തിൽ അനുമോളെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ശൈത്യയുടെ കേസിൽ അനുമോളും ശൈത്യം കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശൈത്യയ്ക്ക് പുറത്ത് കിട്ടുന്ന സൈബർ അറ്റാക്കിനെ പറ്റി നല്ല രീതിയിൽ തന്നെ ശൈത്യ സംസാരിക്കുന്നുണ്ട്. ആദ്യമേ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ ബാത്റൂം ഏരിയയിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് കുറേ നേരം അവർ സംസാരിക്കുന്നുണ്ട്. ബാത്റൂം ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്ന നേരത്ത് ശൈത്യ കരഞ്ഞു കൂവി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ശൈത്യ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അതിന് മാത്രം ശൈത്യയ്ക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. ശൈത്യയുടെ ഈ പുറത്തിങ്ങനെ സീനാണ്, എനിക്ക് അതുപോലെ കമൻസ് വരുന്നുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്നുള്ള കഥകളൊക്കെ പറയുമ്പോൾ അനുമോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അനുമോളെ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് അനുമോൾ പറഞ്ഞോണ്ടാ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെയും പോട്ടെന്ന് പറയാം. അനുമോൾ പറയുന്നൊരു ഡയലോഗുണ്ട്, കമൻറ്റ് നോക്കിയാണോ മോളെ ജീവിക്കുന്നത്? കമൻസ് ഒക്കെ ഇഷ്ടം പോലെ തെറികളൊക്കെ നമുക്ക് വരും, നമ്മളതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നീ പിന്നെന്താ ഇങ്ങനെ എന്നുള്ളൊരു ഡയലോഗ് അടിക്കുന്ന കേട്ടെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന അനുമോള്. ശൈത്യയുടെ സ്ഥാനത്ത് അനുമോളായിരുന്നെങ്കിലോ? ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ PR-ന്റെ മയമൊക്കെ അങ്ങ് മാറും. അത് കഴിയുമ്പോൾ ജനങ്ങൾ ഇപ്പം നമ്മളെ ഇരുന്ന് വന്ന് തെറി പറയുന്ന ആൾക്കാർ കാണും. അനുമോളുടെ
ഒരു കുഞ്ഞു തെറ്റ് അനുമോളെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എന്നാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് അപ്പം നമ്മളെ തെറി പറയാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വരും വീഡിയോ അടിയിൽ മണ്ടന്മാരെന്ന് തന്നെ ഞാൻ വിളിക്കും. ഒരു പറയുന്ന കാര്യം അതിനെ അതുപോലെ എടുക്കാൻ കഴിവില്ലാത്തവർ, അങ്ങനെയുള്ളവർ വന്നിട്ട് നമ്മളെ തെറി പറയും. ഇവരൊക്കെ ഇപ്പോഴേ കാണത്തുള്ളൂ ഈ PR വർക്ക് നടക്കുന്ന സമയത്ത്. കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കേസ് വരുമ്പോൾ എല്ലാവർക്കും കാര്യം കത്തുമ്പോഴത്തേക്ക് അനുമോളുടെ അക്കൗണ്ടിൻ്റെ അടിയിലോട്ട് വരും, അല്ലെങ്കിൽ ഫോട്ടോയുടെ അടിയിലോട്ട് വരും നല്ല കാനത്തെ തെറിയിടാൻ. അപ്പോൾ അനുമോള് ഒന്നും മിണ്ടാതെ കമൻറ്റ് പോവില്ല എന്നും പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ അനുമോൾ ഇരിക്കുമോ? അനുമോളെ റിയാക്ട് ചെയ്യും ആളുകൾ, അനുമോൾ മിണ്ടാതിരിക്കുമോ? കയറി ഇറങ്ങുമല്ലോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ടില്ലേ? അപ്പം അനുമോക്ക് വരുമ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ പറ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ പറ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന അനുമോക്ക് ഈ ശൈത്തേക്ക് ഇപ്പം വരുന്ന കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ സാധനം അനുമോൾക്ക് വന്നാൽ അനുമോൾ ഒരു പ്രശ്നമില്ലാതെ കൂളായിട്ട് നിന്നങ്ങ് നേരിടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അനുമോൾ പറയുന്ന പറയട്ടെ, നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ. അനുമോൾ ഒരു കുഴപ്പമില്ലാതെ നിന്ന് ഫേസ് ചെയ്യുമോ? അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ ഇത്രയും ഈ 10-100 ദിവസം 96 ദിവസം ഇതിനകത്ത് എനിക്കൊന്നൊരു 45-50 ദിവസം കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലൊക്കെ ഇപ്പോൾ ഫേക്കായിരുന്നു, വെറും ഫേക്കായിരുന്നു. അനുമോൾക്കാണ് ഇതുപോലത്തെ കമൻസ് ഒക്കെ വരുന്നെങ്കിൽ അനുമോൾ കരഞ്ഞു കൂവി കേസും കൊടുത്ത് വൻ പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പുള്ള കാര്യമാണ്. അതിനകത്തൊന്നും ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അനുമോള് ശൈത്യ കരഞ്ഞപ്പോഴത്തേക്ക് ശൈത്യയോട് അയ്യേ അതൊക്കെ ചെറിയ കാര്യം, അതൊക്കെ അങ്ങനെ എടുക്കുക, അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുകാരില്ലേ മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്നതിനോട് അതൊക്കെ ചുമ്മാ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനുമോളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പം അനുമോൾ അതിനകത്ത് നിന്നിട്ട് മോളെ PR മക്കളെ അല്ലെങ്കിൽ മറ്റേ സാധനം PR മക്കളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ശൈത്യമോളെ ഇനിയൊന്നും പറയരുത്, അവൾ പാവമാണ്, എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ് എന്ന് പറയാൻ അനുമോൾക്ക് പറ്റത്തുമില്ല. പിന്നെ അനുമോളെ കൊണ്ട് സത്യം മറ്റേ ഛർദ്ദിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നേക്കുന്ന ശൈത്യയാണ് മണ്ടി. ഇല്ലെങ്കിൽ ശൈത്യ പറഞ്ഞ ഉടനെ ആദിലെ 100 കൂടെ എടുത്ത് ചാടി കൂടെ നിൽക്കുന്നത് അതിനേക്കാട്ടിലും വലിയ മണ്ടത്തരം. അങ്ങനെ കാണിച്ചോണ്ടാണ് ശൈത്യ ഇപ്പം നമ്മുടെ ആദിലമോള് ഇറങ്ങി അങ്ങ് പോയത്. വളരെ വോട്ട് കുറവായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്, സത്യമാണോ എന്നറിയത്തില്ല. എങ്ങനെ വോട്ട് കിട്ടും? എവിടെങ്കിലും ഒരിടത്ത് നിൽക്കണം, ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് കിട്ടത്തില്ല. അതിനകത്ത് ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനെ വല്ലതും പറയണോ? വേണ്ട, എന്തിനാ പ്രത്യേകിച്ച് പറയാനുള്ളത്? മോർണിംഗ് ആക്ടിവിറ്റി പരിപാടി എല്ലാം നമ്മൾ ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും എടുക്കാഞ്ഞത്. പിന്നെ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇങ്ങനെയുള്ളൊരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവ് കണ്ടപ്പോൾ ഇതും കൂടെ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെ എല്ലാവരും ഇപ്പം ഇങ്ങനെ നമ്മുടെ അബി, ഒണീല്, ഇവരെല്ലാവരും ജിഷിന്, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വട്ടമേശ സമ്മേളനം നടത്തുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ വന്നിട്ട് നൂറോട് പറയുന്നുണ്ട്, അയ്യോ അതിലെ പോയി അല്ലേ മോളെ, അതിലെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്, അയ്യോ അതിലെ പോയല്ലോ എന്നൊക്കെ അവിടെ ഇന്ന് പറയുന്നത് കേട്ടു. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ചൊറഞ്ഞൊന്നുമല്ല, ചിലപ്പം അതിലെ പോയത് ശ്രദ്ധിച്ച് കാണത്തില്ല, അവർ മോടി വന്നതായിരിക്കാം. എന്തായാലും ആദിലയുടെ ഒരു പുറത്തോട്ടുള്ള പോക്ക് പെട്ടെന്നായിപ്പോയി, പെട്ടെന്ന് വിചാരിച്ചതേയില്ല. അവിടെയുള്ള ആരും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രതീക്ഷിച്ചതേയില്ല. പക്ഷേ ലാലേട്ടൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരുന്നു ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്നുള്ളത്. ഇനിയപ്പോൾ 6 പേരാണ്, ഇതിലെ ഒരാളും കൂടെ പോകുക ഇൻ ദ സെൻസ് എല്ലാവരും ഫൈനൽ പരിപാടിയിലേക്ക് കാണും. പക്ഷേ ഫൈനൽ 5 ആരൊക്കെ ആയിരിക്കും? നിങ്ങളുടെ ഒരു ഗസ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ. ആരൊക്കെ ആയിരിക്കും നിങ്ങളുടെ കണ്ണിലുള്ള ഒരു ഫൈനൽ 5 എന്നുള്ളത്? എനിക്ക് എൻ്റെ വേണമെങ്കിൽ പറയാം. അനീഷ്, അനുമോള്, ഷാനവാസ്, അക്ബർ, നൂറ, ഇതാണ് എൻ്റെ ഒരു കണ്ണിൽ. നെവിൻ, പക്ഷേ നെവിനും നൂറ ഇവരുടെ കാര്യത്തിലാണ് നെവിൻ നൂറ അക്ബർ ഇവർ 3 പേരുടെയും പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ആവാം. മനസ്സിലായില്ലേ? ഇവരുടെ പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ആവും. പക്ഷെ അനീഷ്, അനുമോള്, ഷാനവാസ് ഇവർ കാണും. ഇതിൽ നൂറ കാണുമോ നെവിൻ കാണുമോ? ഇതാണ് ഒരു ഡൗട്ട്. ഒരു വോട്ടിൻ്റെ ഒരു ഏകദേശ ഗുണം അല്ലെങ്കിൽ ഈ പോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് അക്ബറിനും നൂറയ്ക്കും പിന്നെയും നെവിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വോട്ടുണ്ട്. നെവിന് അത്രയും വോട്ടില്ല, കുറച്ച് വോട്ട് കുറവാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല പോളിങ്ങിൽ നിന്ന്, പല പോൾസിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു ആവറേജ് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഒരു നല്ല ഗെയിമറാണ് നെവിൻ അറ്റ്ലീസ്റ്റ് ഒരു ഫൈനൽ 3 അല്ലെങ്കിൽ ഒരു ഫൈനൽ 4 വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, ഗെയിമാണല്ലോ, എന്തും സംഭവിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മെയിൻ ഒരു കാര്യം, നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ വഴി ആദില പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതിൽ എവിക്റ്റായെന്ന് അറിയുന്ന സമയത്ത് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. അപ്പം നൂറെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നൂറയോട് ആദില പറയുന്നൊരു ഡയലോഗുണ്ട്, മോളെ ഇനി അധികം സംസാരം വേണ്ട കേട്ടോ, ഇനി അധികം സംസാരം വേണ്ട. എന്താ ഇവളെ പറയേണ്ടത്? ഇതിവള് മറ്റേ വൈൽഡ് കാർഡ്സ് നമ്മുടെ ഇപ്പോൾ റീ എൻട്രി നടത്തിയ സമയം തൊട്ട് ഇവള് കൂടുതൽ സംസാരിക്കാതിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലെ പറയാൻ പറ്റത്തില്ല, വേറെ ആരും ഇല്ലടേ പോകാനായിട്ട്. ചിലപ്പോൾ നൂറ പോകാനും സാധ്യതയില്ല. നെവിനാണെങ്കിലും എന്താണെങ്കിലും ഇവർ തമ്മിൽ വലിയ വോട്ടിൻ്റെ വ്യത്യാസം ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. വോട്ട് ഡിഫറൻസ് ഇല്ല നമ്മുടെ നൂറയല്ല ആദിലേയും നെവിനും തമ്മിൽ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല,
ചിലപ്പോൾ ഭാഗ്യത്തിന് ആദില കയറിയിട്ട് ചിലപ്പോൾ നെവിൻ ഇപ്പോൾ പോകേണ്ടതായിരുന്നായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിനിടെ ഈ ഒരു കുറച്ച് ദിവസത്തെ ഈ 2-3 ദിവസത്തെ ഈ ഒരു അവിടെ ഇവിടെ ഇല്ലാത്തൊരു ചവിട്ട് ആ ഒരു പരിപാടി ആയിരിക്കാം അതിനെ പുറത്തേക്ക് എത്തിച്ചത്. പക്ഷെ അതിലൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൂടുതൽ ഇനി സംസാരമൊന്നും വേണ്ട, പണി കിട്ടും. നൂറ ഉടനെ അതിലോട് പറയുന്നുണ്ട്, അറിയാം മോളെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എന്ന് നൂറ പറയുന്നുണ്ട്. ഈ സീസൺ ഒരു PR സീസൺ മാറി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു PR സീസൺ, സോറി എന്തെങ്കിലും ഒരു നാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു PR സീസണായി മാറി. അങ്ങനെ ആവരുത്, ഇനിയുള്ള സീസണെങ്കിലും അങ്ങനെ ആവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കഴിഞ്ഞ സീസൺ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഈ PR എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്ത് അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ PR കഴിഞ്ഞ സീസണിൽ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സീസണിൽ അങ്ങനെ അങ്ങ് പോയി, വളരെ മോശം. ഇനിയിപ്പോൾ അനുമോൾ ജയിച്ചാൽ തന്നെ ആലോചിക്കുക, അനുമോൾക്ക് PR പണിയെടുക്കുന്ന ചേട്ടന്മാർ മനസ്സിലാക്കുക, അനുമോളുടെ കുടുംബക്കാർ മനസ്സിലാക്കുക. പുറത്തിറങ്ങി കഴിയുമ്പോൾ അനുമോൾക്ക് മനസ്സിലാവും. എല്ലാവരും പറയും PR-ൻ്റെ ബലത്തിലാണ് ജയിച്ചതെന്ന് എങ്ങാനും ജയിച്ചാൽ. പക്ഷേ ഈ നിമിഷം വരെ അനുമോളും അനീഷേട്ടനും കട്ടയ്ക്ക് ഫൈറ്റിങ്ങിലാണ്. അനീഷേട്ടൻ ജയിച്ചാൽ അതിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കയ്യടി കൊടുക്കണം. അനീഷ് ജയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ, അനുമോളെയൊക്കെ എല്ലാവർക്കും അറിയാം ഇല്ലേ, എല്ലാവർക്കും അറിയാം. ആ അനുമോളെ ബീറ്റ് ചെയ്ത് അനീഷ് കയറുകയാണെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല, അത് ചരിത്രം തന്നെയാണ്. നമ്മളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ നമ്മുടെ ഒരു ജയമായിരിക്കും അത്. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കാനാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് അനുമോൾ തീരെ കൊള്ളാത്ത ഒരാളോ തീരെ കണ്ടന്റ് കൊടുക്കാത്ത ഒരാളോ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ അനീഷ് ജയിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജയമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് കുറച്ചുകൂടെ വിലയുണ്ടാവും. ഇല്ലെങ്കിൽ ഈ ഒരു ഷോയെ PR വിഴുങ്ങി എന്ന് തന്നെ അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ? നിങ്ങൾ തന്നെ പറ. ഈ ആദില ഇറങ്ങി പോകുമ്പോൾ പോലും ആദില നൂറയോട് പറയുമ്പോൾ നൂറയുടെ തിരിച്ചുള്ള മറുപടി ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയാം മകളെ എന്ന് പറയുന്നിടത്ത് സത്യം പറഞ്ഞാൽ തീരുകയാണ്, അവിടെ പ്രതീക്ഷകൾ തീരുകയാണ്. PR-ൻ്റെ ബലത്തിലുള്ളൊരു സീസൺ എന്ന് അവിടെ ഉറപ്പിക്കുകയാണ് ബാക്കി പല ആളുകളും. അത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ഷോയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തിന് ഇനിയുള്ള സീസൺസ്, ഇനി വരുന്ന പോകുന്ന സീസൺസിൽ ഈ കോമണറായിട്ട് കയറുന്നതിൻ്റെ ആവശ്യം പോലും എന്തായിരിക്കും? അപ്പോൾ നമ്മളെയാണ് ബാധിക്കാൻ പോകുന്നത്. പൈസയുള്ള നല്ല സിനിമാക്കാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള സീരിയലുകാരോ കയറി വരുമ്പോഴത്തേക്ക് അവർ നല്ല പൈസ കൊടുത്ത് PR ടീമിനെ സെറ്റ് ചെയ്ത് വെക്കും. കോമണറായിട്ട് നമ്മൾ പോകുന്ന എന്തിനാ? നമ്മുടെ കുറേ ദിവസം കളയാനോ? അല്ലെങ്കിൽ കുറച്ച് പേരറിയും, പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവത്തില്ല. കഴിഞ്ഞ സീസണിൽ 1-2 കോമണേഴ്സ് ഉണ്ടല്ലോ, നല്ല ഗുണമുണ്ടോ അവർക്ക്? അതുകൊണ്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ചൊക്കെ ആയിട്ട് കാണുമായിരിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ അപ്പുറം കിട്ടണം ഒരു സാധാരണക്കാരന്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഷോ നടക്കുമ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ആഗ്രഹിക്കും പ്ലീസ്. എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെയുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ, സത്യസന്ധത ഉള്ള അകത്ത് വെച്ചിട്ട് നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് എൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നിന്ന് പഠിച്ചു. ഒരു വീഡിയോ എൻ്റെ ഇന്നലത്തെ കിടപ്പുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക. ചിലപ്പോൾ കുറേ പേര് കണ്ടതായിരിക്കാം, സ്ഥിരം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ നീറ്റായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആ വീഡിയോയ്ക്ക് നല്ല ലൈക്കും കിട്ടി, ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് പേഴ്സണലി എന്നെ വിളിച്ച ആൾക്കാർ വിളിച്ചു പറഞ്ഞു, മനസ്സിലായില്ലേ? പക്ഷെ ആ വീഡിയോയ്ക്ക് റീച്ചില്ല. 12,000 13,000 പേരെ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അതിനകത്ത് സത്യം തുപ്പിയപ്പോൾ ആ വീഡിയോ പല ചേട്ടന്മാരും റിപ്പോർട്ട് അടിച്ച് അവിടെ നിരത്തിട്ടു. അതാണ് സംഭവിച്ചത്. ഇതാണ് നടക്കുന്നത്, മനസ്സിലായില്ലേ? സത്യം പറയാൻ പറ്റത്തില്ല. ഉടനെ PR മറ്റേ കുണ്ണകൾ വരും. നാണം. ഈ PR മക്കളൊന്നും ഒരുത്തനുണ്ടല്ലോ മറ്റേ കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, ഞാൻ ചവച്ച് നിൽക്കുന്നത്, എന്തോ വലിയ കാര്യം ചെയ്താണൊക്കെ വന്നിരുന്ന് പറയുന്നത്. 1.5 ലക്ഷം മേടിച്ചു, 1 മാസം അവളെ നിർത്തി. സത്യം പറയാലോ, നാണമില്ല ഇവരൊന്നും ഒരു ഷോ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട്. അല്ല, ഈ ഷോയുടെ മേലുള്ള ആൾക്കാരൊക്കെ ഇവനക്കെതിരെ കേസ് കൊടുത്തൂടെ? ഒരു ഷോയെ നശിപ്പിക്കുന്നെന്നും പറഞ്ഞ് അത് ഇത്ര ഓപ്പണായിട്ട് വന്നങ്ങ് പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. ഞാൻ അവളുടെ 1.5 ലക്ഷം രൂപ മേടിച്ച് എന്നിട്ട് 1 മാസം അവളെ നിർത്തി. പിന്നല്ല ഞാൻ സെറ്റപ്പ്. ഈ ഒരു മൂഡ് സംസാരിക്കുന്നവരെയൊക്കെ എന്താ പറയണ്ടേ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ലൈവിൽ തന്നെ പറഞ്ഞതൊക്കെ ഉള്ളൂ. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം മറ്റേ കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് അതിലെ പോയി. അതിന് ശേഷം രാത്രിയിൽ ഇപ്പം അനുമോൾ മാറിയിരിപ്പുണ്ട്. മറ്റേ ശൈത്യം അവളും കൂടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോളും ശൈത്യം കൂടെ സംസാരിച്ച സമയത്തൊക്കെ അനുമോൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. അതവിടെ അവർ പറയുന്നുണ്ട്, അനുമോളൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല.
പ്രത്യേകിച്ച് ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോള് സമ്മതിച്ച് കൊടുത്താൽ തന്നെ അതിനകത്ത് നിൽക്കുമ്പോൾ അനുമോള് സമ്മതിച്ച് കൊടുക്കത്തില്ല. കാരണം അത് അനുമോളെ ബാധിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ബാധിക്കും. സോ അതിനകത്ത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അയാൾ അത്രയും കരഞ്ഞു കൂവിയൊക്കെ അതിനകത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അയ്യേ മോളെ എന്താ മോളെ, അതൊക്കെ ചെറിയ കാര്യം, കമൻ്റൊക്കെ പണ്ട് തൊട്ടേ നമുക്കൊക്കെ വരുന്നതാ. ഈ ഒരു ഡയലോഗ് അടിച്ചതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം കമൻ്റൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ അയ്യേ ഇതൊക്കെ എന്ത് ചീള് എന്ന് പറഞ്ഞ് തട്ടിക്കളയുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന ടീമാണ്. അതും കൂടെ എല്ലാവരും ഒന്ന് ആലോചിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, ബോധമുള്ളവർക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണും. അല്ലാത്തവന്മാർ ഇപ്പോൾ വരും കമൻറ്റ് ബോക്സിൽ. അങ്ങനെ വരുന്നവന്മാർ, സ്ഥിരം വരുന്നവന്മാരോടാ മക്കളെ ഇങ്ങോട്ട് പറയുന്നതിന് തിരിച്ച് നല്ല ഖനത്തിൽ കമൻറ്റിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ, പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഫ്രസ്ട്രേറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രസ്ട്രേഷൻ ധരിപ്പിക്കും ഞാൻ, മനസ്സിലായില്ലേ? ഫ്രസ്ട്രേഷൻ ധരിപ്പിക്കും ഞാൻ. നീ ഇങ്ങോട്ട് എന്തെങ്കിലും ഇടും, തിരിച്ച് അങ്ങോട്ട് ഞാൻ ഇട്ടിട്ട് ഹൈഡ് ചെയ്യും പിടിച്ച്. പിന്നെ നിങ്ങൾക്ക് എത്ര കിടന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ കാണത്തില്ല, ഞാൻ ഉൾപ്പെടെ. ഇവിടുന്ന് കുരയ്ക്കാന്നേ ഉള്ളൂ, മനസ്സിലായ? ആ പരിപാടി ഞാൻ ചെയ്തു തരും. മാന്യമായിട്ട് ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്, വിമർശിച്ചിടുന്നുണ്ട്. ഇടുക, നിങ്ങൾ പറയുമ്പോഴാണ് എനിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. ഇടുക, നിങ്ങൾ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സ്പേസാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ പോസിറ്റീവ് മാത്രം അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നെഗറ്റീവ് ഇട്ടോളൂ. മാന്യമായിട്ട് വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാൻ കാണാറുണ്ട്. നിങ്ങളിട്ടോ, ഞാനും വായിക്കട്ടെ. തെറ്റുകൾ എനിക്ക് വലിയ കഴിഞ്ഞ ദിവസം ഒരു വലിയ കഥയൊക്കെ കണ്ടു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. പറ്റാവുന്നതിനൊക്കെ ഞാനും റിപ്ലൈ തരും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് നേരം കൂടെ പോയി ലൈവ് കാണണ്ടേ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.